ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ട ശാലോം ടെലിവിഷൻ പ്രേക്ഷകരെ, യേശുനാമത്തിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോഴും മറ്റുള്ളവർ വായിച്ച് കേൾക്കുമ്പോഴും അറിഞ്ഞും അറിയാതെയും അത് നമ്മളെ സ്വാധീനിക്കും. അത് നമ്മളുടെ കാഴ്ചപ്പാടിലും ബോധ്യങ്ങളിലും ജീവിത ശൈലിയിലുമെല്ലാം മാറ്റം വരുത്തും. അതുകൊണ്ട് കഴിയുന്നിടത്തോളം നമ്മൾ ദൈവവചനം വായിക്കുന്നതും വായിച്ച് കേൾക്കുന്നതും നല്ലതാണ്. ഇത് നിരവധി ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിനക്കൊരു പുത്രനുണ്ടാകും. ദൈവം പലതവണ ഇത് ആവർത്തിച്ചെങ്കിലും ഈ പുത്രനുണ്ടായില്ല. അബ്രാഹത്തിനും സാറായിക്കും പ്രായമേറി. അപ്പോഴും ദൈവം ഈ വാക്ക് ആവർത്തിച്ചു, നിനക്കൊരു പുത്രനുണ്ടാകും. ദൈവം ഇത് ആവർത്തിച്ചപ്പോൾ അബ്രാഹം കവിഴ്ന്നു വീണ് ചിരിച്ചുവെന്നും സാറ ഉള്ളിൽ ചിരിച്ചുവെന്നും നമ്മൾ വായിക്കുന്നു. പലതരം ചിരിയെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരാൾ കവിഴ്ന്നു വീണ് ചിരിക്കുന്നത് എപ്പോഴാണ്? ആ പറയുന്നതിൻ്റെ വിഡ്ഢിത്തരം ഓർത്തിട്ട് തമാശൻ്റെ ആധിക്യം കൊണ്ടാണ്. നിനക്കൊരു പുത്രനുണ്ടാകുമെന്ന് ആവർത്തിച്ച് ദൈവം പറയുന്നതല്ലാതെ ശാരീരികമായി അത് പറ്റാത്തൊരു സ്റ്റേജിലെത്തിയിട്ടും പിന്നെയും ദൈവം അത് ആവർത്തിക്കുന്നതിൻ്റെ അകത്തെ തമാശ ചിന്തിച്ചിട്ടാണ് അബ്രാഹം കവിഴ്ന്നു വീണ് ചിരിച്ചത്. സാറ ഉള്ളിൽ ചിരിച്ചു. കവിഴ്ന്നു വീണ് ചിരിക്കുന്നത് നമുക്ക് കാണാം, പക്ഷെ ഉള്ളിൽ ചിരിക്കുന്നത് കാണാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിൻ്റെ ഭാര്യ സാറായി ഞാനിത് പറഞ്ഞപ്പോൾ ഉള്ളിൽ ചിരിച്ചു. ആ ഉള്ളിലെ ചിരി ദൈവം കണ്ടു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ യേശു അദ്ദേഹത്തെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു. ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. യേശു അത് മനസ്സിലാക്കി. വീണ്ടും നഥാനിയേലിനോട് യേശു പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ 1:48. ഹെറോദസിനെ യേശു കുറുക്കൻ എന്ന് വിളിച്ചു. നീ പോയി ആ കുറുക്കനോട് ഇങ്ങനെ പറയുക. ലൂക്ക 13:32. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് മത്തായി 15:8 യേശു അഭിപ്രായം പറഞ്ഞു. നിയമജ്ഞരെ ഫരീസയരെ, നിങ്ങൾ വെള്ളയടിച്ച ശവകുടീരങ്ങൾക്ക് സദൃശ്യമാണെന്ന് അവരുടെ മുഖത്ത് നോക്കി യേശു പറഞ്ഞത് മത്തായി 23:27 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് നിന്നെ നന്നായി അറിയാം എന്ന് പുറപ്പാട് 33:17 ദൈവം മോശയോട് പറഞ്ഞു. ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല എന്ന് യേശു സമറിയാക്കാരോട് പറഞ്ഞപ്പോൾ അവളത് സമ്മതിച്ചു. യോഹന്നാൻ 4:17. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുക, ചില ബോധ്യങ്ങൾ കിട്ടുക. ഇവരെയൊക്കെ ദൈവം ഇതുപോലെ അടുത്തറിഞ്ഞു, അവരുടെ ഉള്ളറിഞ്ഞു, അവരെന്താണെന്നറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യവും അങ്ങനെ ആയിരിക്കുമല്ലോ. എന്നെ ദൈവം കാണുന്നുണ്ടല്ലോ, എൻ്റെ ഉള്ള ദൈവത്തിന് അറിയാമല്ലോ എന്ന് ഒരു ചിന്ത, ഒരു ബോധ്യം നമ്മളിലേക്ക് വരും. ആ ബോധ്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. വചനത്തിലൂടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു ഗുണം, അത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. വചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ മക്കളില്ലാതിരുന്ന അബ്രാഹത്തിന് വാർദ്ധക്യത്തിൽ
ഒരു കൊച്ചു ജനിച്ചതും മക്കളില്ലാതിരുന്ന അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിന് ഏസാവ് യാക്കോബ് എന്നീ ഇരട്ടക്കുട്ടികൾ ജനിച്ചതും എൽക്കാന ഹന്ന ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ സാമുവൽ ജനിച്ചതും സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ സ്നാപ യോഹന്നാൻ ജനിച്ചതും മനോവയ്ക്കും ഭാര്യയ്ക്കും മക്കളില്ലാതിരുന്നിട്ട് സാംസൺ എന്ന കുട്ടി ജനിച്ചതുമൊക്കെ വായിച്ച് കേൾക്കുമ്പോൾ നമ്മളിലുള്ള വിശ്വാസം വർദ്ധിക്കുക. നമ്മൾ അസാധ്യമെന്ന് തോന്നുന്നത് ദൈവം മനസ്സ് വച്ചാൽ നടക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടുക. യേശു ചെയ്ത നിരവധി അത്ഭുതങ്ങളുടെ വിവരണങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക. ചെങ്കടൽ കടന്നതും മന്ന വർഷിച്ചതും കാടപ്പക്ഷി വർഷിച്ചതും വെള്ളം പാറയിൽ നിന്ന് ഒഴുക്കിയതും വെള്ളത്തിൻ്റെ കയ്പ് മാറ്റിയതും മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഒക്കെ അയച്ചതുമെല്ലാം നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. അപ്പോൾ വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ വീണ്ടും അത് നമ്മളെ സ്വാധീനിക്കുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിസാര ലാഭത്തിന് വേണ്ടി വലിയ വില കൊടുക്കരുത് എന്ന ഒരു ഉൾക്കാഴ്ച, ഒരു ബോധ്യം, ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടും. ഏസാവ് ഒരൽപ്പം പായസത്തിന് വേണ്ടിയാണ് കടിഞ്ഞൂലവകാശം ഉപേക്ഷിച്ചത്. ആദവും ഹവ്വായും ഒരു പഴത്തിന് വേണ്ടിയാണ് പാപം ചെയ്ത് പർദീസായിൽ നിന്ന് പുറത്തായത്. അനനിയാസും സഫീറയും അവരുടെ സ്വന്തം സ്വത്ത് വിറ്റ് അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു. എന്നാൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഭാഗം മറച്ചു വെച്ചു. അതിൻ്റെ പേരിൽ അവരവിടെ മരിച്ചു വീണു. ആഖാൻ ജെറീക്കോ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ അവിടെ നിന്ന് ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ചില നിഷിദ്ധ വസ്തുക്കൾ എടുത്തു. അത് കണ്ടുപിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഹോളോഫർണസ് യൂദത്തിൻ്റെ കൂടെ ഒരു രാത്രി കഴിയാൻ ആഗ്രഹിച്ചു. ആ രാത്രി അദ്ദേഹം കൊല്ലപ്പെട്ടു. ന്യായാധിപന്മാർ സൂസന്നയുമായി തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ കഥയെന്ന് അവസാനിക്കുന്നത് ആ രണ്ട് ന്യായാധിപന്മാരെ ജനങ്ങൾ കൊന്നുകൊണ്ടാണ്. ദാവീദ് വ്യഭിചാരം ചെയ്തു, ഉറിയായെ കൊല്ലിച്ചു, താൽക്കാലിക ലാഭം. പക്ഷേ ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് പിന്നീട് വാള് ഒഴിഞ്ഞില്ല. ദാവീദ് വലിയ മനപ്രയാസങ്ങൾ സഹിച്ചു. ഉറിയായ്ക്ക് ജനിച്ച കൊച്ച് കൊല്ലപ്പെട്ടു. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്തു ഫലം? ആത്മാവിന് പകരം നീ എന്തു കൊടുക്കുമെന്ന് യേശു ചോദിച്ചത് നമ്മൾ ഓർക്കുന്നു. 30 വെള്ളിക്കാശിന് യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തെങ്കിലും അത് ഉപകാരപ്പെട്ടില്ല. 20 വെള്ളിക്കാശിന് ജോസഫിനെ വിറ്റ സഹോദരന്മാർക്ക് ഗുണമുണ്ടായില്ല. ഇങ്ങനത്തെ നിരവധി സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക, താൽക്കാലിക ലാഭത്തിന് വേണ്ടി, താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി വലിയ വില കൊടുക്കരുത്. അത് അബദ്ധമാണ്, അത് നഷ്ടക്കച്ചവടമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. വീണ്ടും ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഉൾക്കാഴ്ചയുണ്ട്. നമ്മുടെ ബലഹീനതയിലും ദൈവം പ്രവർത്തിക്കും എന്നതാണ് ആ ഉൾക്കാഴ്ച. മൂശ വിക്കുമാറാതെ ജനത്തെ നയിച്ചു. തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു സഭയുടെ തലവനാക്കി. ബാലനായ ദാവീദ് ഗോലിയാത്തിനെ വധിച്ചു. അറിവില്ലാത്ത മനുഷ്യരെ യേശു അപ്പസ്തോലന്മാരാക്കി സഭയെ സ്ഥാപിച്ച് വളർത്തി. സാധാരണക്കാരായ മനുഷ്യരെ തിരഞ്ഞെടുത്ത് പ്രവാചകന്മാരാക്കി. ആട്ടിടയനായിരുന്ന സിക്കമോർ മരം വെട്ടിയുരുക്കിയിരുന്ന മനുഷ്യനെ വിളിച്ചിട്ട് ആമോസ് പ്രവാചകനാക്കി. അപ്പം മനുഷ്യൻ്റെ ബലഹീനതയിൽ അവരെ ശക്തിപ്പെടുത്തി അവരിലൂടെ ദൈവം പ്രവർത്തിക്കും. നമുക്ക് കിട്ടുന്നൊരു ബോധ്യമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിലും ദൈവത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നൊരു തിരിച്ചറിവ് നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് വലിയ ആവേശവും ശക്തിയും ധൈര്യവുമെല്ലാം കിട്ടും. വചനം വായിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു ഉൾക്കാഴ്ച ഇതാണ്: ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ
അത് നമുക്ക് പ്രചോദനം നൽകും. നീ ആവശ്യപ്പെടുന്ന ഏത് കാര്യവും ഞാൻ ചെയ്തു തരും, എന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നുവെന്ന് പുറപ്പാട് 33:17 കർത്താവ് മോശയോട് പറഞ്ഞു. നീ ആവശ്യപ്പെടുന്ന ഏത് കാര്യവും ഞാൻ ചെയ്തു തരും, കാരണം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രീതി നേടിയാൽ നമ്മുടെ പരിശ്രമങ്ങൾ വിജയിക്കും, ദൈവം വിജയിപ്പിക്കും എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ദൈവത്തോട് ചേർന്ന് നിൽക്കാനൊരു ഉൾപ്രേരണ കിട്ടും. പൂർവ്വ യോസേപ്പ് എല്ലാവിധത്തിലും നീതി നിഷേധിക്കപ്പെട്ടവനാണ്. സഹോദരന്മാർ ഒറ്റിക്കൊടുത്തു, പൊട്ടക്കിണറ്റിലിട്ടു, 20 വെള്ളിക്കാശിന് വിറ്റു, അടിമയാക്കി വിൽക്കപ്പെട്ടു, ഫറവോയുടെ വീട്ടിൽ അടിമപ്പണി ചെയ്യുകയാണ്. ഇങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട് ജീവിക്കുമ്പോഴും ജോസഫ് കൂടത്തിൽ ദൈവത്തെ നിർത്തി, അഥവാ ദൈവത്തോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് ജോസഫ് ചെയ്തതെല്ലാം വിജയിച്ചു. ഇത് കണ്ടെത്തിയ പൊത്തിഫർ ജോസഫിനെ തൻ്റെ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിച്ചു. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, പൊത്തിഫർ ജോസഫിനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് പൊത്തിഫറിൻ്റെ സമ്പത്തിനെ ദൈവം അനുഗ്രഹിച്ചു. പൊത്തിഫർ സൈന്യാധിപനാണ്, ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും കാണും. അദ്ദേഹം സാമ്പത്തിക കാര്യം നോക്കിയപ്പോൾ പുരോഗതിയില്ല. എന്നാൽ ദൈവം കൂടെയുള്ള ജോസഫ് ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ പുരോഗതി ഉണ്ടായി. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരിക, ദൈവമേ, ഇത് എൻ്റെ കാര്യത്തിൽ സംഭവിക്കാമല്ലോ, ഇത് മറ്റുള്ളവരുടെ കാര്യത്തിൽ സംഭവിക്കാമല്ലോ, അധ്വാനിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ദൈവം കൂടെയുണ്ടെങ്കിലല്ലേ അധ്വാനം വിജയിക്കത്തുള്ളൂ, ദൈവം കൂടെയുണ്ടെങ്കിൽ അധ്വാനം വിജയിക്കുമല്ലോ എന്നൊരു ചിന്ത, ഒരു ബോധ്യം നമ്മളിലേക്ക് വരികയാണ്. അതൊക്കെ നമുക്ക് തരുന്ന ഉൾക്കാഴ്ചകൾ വളരെ വലുതാണ്. നീ ദൈവത്തോട് ചേർന്ന് നോക്കുക, ദൈവം നിന്നോടും ചേർന്ന് നിൽക്കുമെന്ന വചനം വീണ്ടും നമുക്ക് പ്രചോദനമാണ്. നിങ്ങളെന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം പാലിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന യേശുവിൻ്റെ വാക്കും നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ കാതുകൂർപ്പിച്ചിരിക്കുന്നു എന്ന വചനവുമൊക്കെ വീണ്ടും നമ്മളെ ആവേശം കൊള്ളിക്കും. അപ്പോൾ അറിയാതെ ദൈവവചനം നമ്മളെ രൂപാന്തരപ്പെടുത്തും. മറ്റൊന്ന്, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശിക്ഷയെപ്പറ്റി നമ്മളെ ബോധ്യപ്പെടുത്തും. ആദവും ഹവ്വായും തെറ്റ് ചെയ്തപ്പോൾ ദൈവം പറുദീസായിൽ നിന്ന് പുറത്താക്കി. സോദോം ഗൊമോറയിലെ ജനങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവരെ നശിപ്പിച്ച് കളഞ്ഞു. മോശ ആകപ്പാടെ ഒരു കുഞ്ഞ് തെറ്റ് ചെയ്തതായിട്ടാണ് പറയുന്നത്. ഒരു തവണ ഇസ്രായേൽ ജനതയെ കൊണ്ട് നയിക്കുമ്പോൾ ഒരു തവണ ദൈവത്തിൻ്റെ ശക്തിയിൽ ഒന്ന് സംശയിച്ചു. ആ ഒരൊറ്റ തെറ്റിൻ്റെ പേരിൽ ദൈവം മോശയോട് പറഞ്ഞു, നിന്നെ ഞാൻ വാഗ്ദാന നാട്ടിൽ കയറ്റൂല. വീടും നാടുമൊക്കെ ഉപേക്ഷിച്ച് ഇഷ്ടമില്ലാതിരുന്ന ദൈവത്തിൻ്റെ താല്പര്യപ്രകാരം പോയി ഈ ജനത്തെ 40 കൊല്ലം മരുഭൂമിയിലൂടെ കൊണ്ടുപോയതാണ്. എന്നിട്ട് ആ ഒരു ചെറിയ തെറ്റിൻ്റെ പേരിൽ വാഗ്ദാന നാട്ടിൽ ദൈവം കയറ്റിയില്ല. ദാവീദ് ദൈവത്തിനൊരു ആലയം പണിയാൻ ആഗ്രഹിച്ചു, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ദൈവം പറഞ്ഞു, നിന്നെക്കൊണ്ട് ഞാൻ പണിയിപ്പിക്കത്തില്ല, കാരണം നീ ആവശ്യത്തിലധികം രക്തം ചിന്തി. ആവശ്യത്തിലധികം രക്തം നീ ചിന്തിയത് കൊണ്ട്, നീ തെറ്റ് ചെയ്തതുകൊണ്ട് നിന്നെക്കൊണ്ട് എനിക്കുള്ള ആലയം ഞാൻ പണിയിപ്പിക്കത്തില്ല. നിൻ്റെ മകൻ സോളമനെ കൊണ്ടേ പണിയിപ്പിക്കത്തുള്ളൂ. സോളമനാണ് പിന്നീട് ആ പള്ളി പണിതത്. പുറപ്പാട് നടക്കുന്ന സമയത്ത് മൂശയുടെ സഹോദരി മിറിയം മൂശയ്ക്കെതിരെ ഒന്ന് പിറുപിറുത്തു. ദൈവം അവൾക്ക് കുഷ്ഠരോഗം നൽകി. അന്ത്യവിധിയുടെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. ഇടത്തും വലതുമായി ആളുകളെ തിരിക്കും. നന്മ ചെയ്തവർ വലത്, തിന്മ ചെയ്തവർ ഇടത്ത്. വലതുവശത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയ രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇടതുവശത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയ നിത്യ നരകത്തിലേക്ക് പോവുകൻ. ധനവാന്റെ ലാസറിൻ്റെ ഉപമ. യേശു പറഞ്ഞ മറ്റൊരു വചനം, എല്ലാ അവയവങ്ങളോടും കൂടി നരകത്തിൽ പോകുന്നേക്കാൾ നല്ലത് ചില അവയവങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും മുറിച്ചു കളഞ്ഞിട്ടാണെങ്കിലും സ്വർഗത്തിൽ പോകുന്നതാണ്. ദൈവത്തെ ധിക്കരിച്ച ഇസ്രായേൽക്കാരെ 40 കൊല്ലം ദൈവം വരുമ്പോൾ നടത്തി. ദൈവം പറഞ്ഞു, അവിടുന്ന് പുറപ്പെട്ടവരിൽ ആരെയും ഞാൻ വാഗ്ദാന നാട്ടിൽ കയറ്റൂല. അവർ മുഴുവൻ മരിച്ചു വീഴുന്നിടം വരെ മരുഭൂമിയിലൂടെ കൊണ്ടു നടന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ, ഇതൊക്കെ അറിയുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും
കുറച്ചുകൂടി ഒരു പാപബോധം ഉണ്ടാകുക. തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു ഉൾപ്രേരണ നമുക്ക് കിട്ടുക. പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നൊരു ചിന്ത നമ്മളിലേക്ക് വരിക. എങ്ങനെയും ദൈവത്തിൻ്റെ ശിക്ഷ കൂടാതെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ എന്നൊരാഗ്രഹം നമ്മളിലേക്ക് വരിക. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളും ബൈബിൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകും. മറ്റൊന്ന്, ദൈവവചനം നമുക്ക് കൂടുതൽ പ്രത്യാശ തരും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല എന്ന് സങ്കീർത്തനം 34:5. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരെ അവിടെ രക്ഷിക്കുന്നുവെന്ന് സങ്കീർത്തനം 34:18. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന യേശുവിൻ്റെ വാക്ക്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്നത് ദൈവത്തിൻ്റെ വചനം. സുവിശേഷ ഭാഗ്യങ്ങൾ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, ഭൂമി അവർ അവകാശമാക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ കിട്ടും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്നൊക്കെയുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുകയാണ്. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന ദൈവത്തിൻ്റെ ആഹ്വാനം കേൾക്കുമ്പോൾ അമിതമായ ഉത്കണ്ഠകൾ നമ്മളെ വിട്ടുപോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം നമ്മളിലുള്ള ഭയവും ആശങ്കകളും കുറയ്ക്കുവാനും പ്രത്യാശയിലേക്കും ദൈവ ആശ്രയ ബോധത്തിലേക്ക് നമ്മളെ വളർത്തുവാനും സഹായിക്കും. മറ്റൊരു പ്രധാന കാര്യം, ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചാൽ അനുഗ്രഹവും പാലിച്ചില്ലെങ്കിൽ ശിക്ഷയും കിട്ടുമെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. സംഖ്യ 5, 32, 33 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത്. നിങ്ങൾ ജീവിച്ചിരിക്കാനും നിങ്ങൾക്ക് നന്മ ഉണ്ടാകുവാനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘനാൾ വസിക്കാനും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിലൂടെ ചരിക്കണം. സംഖ്യ 8:19 വായിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും മറ്റു ദേവന്മാരുടെ പുറകെ പോയി അവയെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും സമൃദ്ധമായി ലഭിക്കും. നിങ്ങൾ ഭൂമിക്ക് ആവശ്യമായ മഴ ലഭിക്കും. യഥാസമയത്ത് അവിടുന്ന് നിങ്ങൾക്ക് മഴ നൽകും. നിങ്ങൾക്ക് ഭക്ഷ്യവിഭവങ്ങൾ നൽകുന്ന കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ല് നിങ്ങളുടെ മേച്ചിൽ സ്ഥലത്ത് ഞാൻ മുളപ്പിക്കും. അങ്ങനെ നിങ്ങൾ സംതൃപ്തരാകും. വഞ്ചിക്കപ്പെട്ട് വഴിതെറ്റി അന്യദേവന്മാരെ സേവിക്കുകയും അവരുടെ മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കും. മഴ ഉണ്ടാകാതിരിക്കാൻ അവിടുന്ന് ആകാശം അടച്ചുകളയും, ഭൂമി വിളവ് നൽകുകയില്ല. നിയമാവർത്തന പുസ്തകം 11, 13 മുതൽ 17 വരെ വചനങ്ങളാണിത്. വീണ്ടും പറയുന്നുണ്ട് സംഖ്യ 11, 22 മുതൽ 28 വരെ വചനങ്ങളിൽ, ഞാൻ നൽകുന്ന ഈ കൽപ്പനകളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം പാലിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ ആർക്കും നിങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല. ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം, അവയിൽ നിന്ന് വ്യതിചലിച്ചാൽ ശാപം. അപ്പോൾ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷയെപ്പറ്റി അനുഗ്രഹത്തെപ്പറ്റി നമുക്ക് ബോധ്യം കിട്ടും. ദൈവത്തിൻ്റെ കൂടുതൽ അനുഗ്രഹം നേടത്തക്ക വിധത്തിൽ ജീവിക്കാനൊരു പ്രചോദനം നമുക്ക് കിട്ടും. അപ്പോൾ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കൂടുതൽ ശാന്തതയും മനസമാധാനവുമൊക്കെ
തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, എളിമയോടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നിറവേറ്റിത്തരും എന്ന വിശ്വാസത്തോടെ വചനം വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ആ വചനം പലതരത്തിലുള്ള സന്ദേശങ്ങൾ നമുക്ക് തരും. ആ സന്ദേശങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മളെ സ്വാധീനിക്കും. നമ്മുടെ കാഴ്ചപ്പാട് മാറും, ചിന്തകൾ മാറും, ബോധ്യങ്ങൾ മാറും, പ്രവർത്തന ശൈലി മാറും, നമ്മുടെ മാനസിക അവസ്ഥയിലെ മാറ്റങ്ങൾ വരും. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിന് സൗഖ്യവും വിടുതലും ഉണർവുമെല്ലാം കിട്ടുവാൻ, അഭിഷേകം കിട്ടുവാൻ, കൂടുതൽ ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ സഞ്ചരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് നമുക്ക് ഉപകരിക്കും. അതുകൊണ്ട് കഴിയുന്നിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്, ഉപകാരപ്രദമാണ്, അനുഗ്രഹീതമാണ്, രക്ഷാകരമാണ്, സൗഖ്യത്തിനും വിടുതലിനും കാരണമാണ് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഔഷധമാണ്, അവിടുത്തെ വചനം സൗഖ്യം തരുന്നതാണ്, അവിടുത്തെ വചനം ജ്ഞാനം തരുന്നതാണ്, അവിടുത്തെ വചനം പാപബോധവും പശ്ചാത്താപവും തരുന്നതാണ്, അവിടുത്തെ വചനം പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതാണ്, അവിടുത്തെ വചനം പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്നതാണ്, അവിടുത്തെ വചനം വഴിതെറ്റാതെ മുന്നോട്ട് പോകാൻ വെളിച്ചമായി തീരുന്നതാണ്. കർത്താവേ, അതുകൊണ്ട് അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളോട് കഴിഞ്ഞ കാലത്ത് സംസാരിച്ച് ഞങ്ങളെ നയിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്ന വെളിച്ചത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്ന സൗഖ്യത്തിനും വിടുതലിനും മനസ്സിൻ്റെ സന്തോഷത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, വീണ്ടും ഞങ്ങൾക്ക് വചനം വായിക്കാനുള്ള പ്രചോദനം തരണമേ. ഞങ്ങൾ വചനം വായിക്കുമ്പോഴും വചനം വായിച്ച് കേൾക്കുമ്പോഴും ആ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഞങ്ങൾക്ക് ആ വചനം നന്മയാക്കി അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.